രണ്ട് തരം ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. റിയൽ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളും ഫേക്ക് സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളും. ആത്മീയതയുടെ മറവിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. പൂജയുടെ മറവിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത വ്യാജസ്വാമി തൃശൂരിൽ അറസ്റ്റിലായി. കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിലും വ്യാജ പ്രവാചകന്മാരുണ്ട്. ക്രിസ്തു മതത്തിലാണെങ്കിലും ഇസ്ലാം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ആ മതത്തിന്റെ പേരിൽ കച്ചവട ലാക്കോടുകൂടി നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു വലിയ വിഭാഗം വളർന്നു വരുന്നു. ഈ ടോപ്പിക്ക് ഞാനൊരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഉദ്ദേശിച്ച് ഇടുന്ന ടോപ്പിക്കല്ല. ഇത് പ്യുവർലി എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇത് പറയാൻ കാരണം ഈ അടുത്തിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻറ്റ്, ഇതുപോലെ പല ക്ലയൻറ്റ്സ് വന്നിട്ടുണ്ട്. അതിലൊരു ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യം, ഇവരെന്തോ ഒരു ഹീലിംഗ് തെറാപ്പി എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ ചെന്ന് ചാടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഇമോഷൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിടുകയും ഭയങ്കരമായി ടോർച്ചർ ചെയ്യുകയും സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീയതയിലെത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് കണ്ടീഷൻ PTSD എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചെന്ന് ചാടി ഭയങ്കരമായിട്ട് കരച്ചിലും ഇമോഷണലി തകർന്നു നിൽക്കുന്ന ഒരു അവസരം എൻ്റെ അടുത്ത് വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചതാണ് ഈ ഒരു ടോപ്പിക്കോടെ പ്രസൻറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ഫേക്ക് സ്പിരിച്വാലിറ്റി ആളുകൾ ആദ്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അവർ എക്സ്ട്രാ ടെറൻഷ്യൽ അല്ലെങ്കിൽ അവർ ഭയങ്കര ആത്മീയതയിൽ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ഇവിടുന്ന് പറന്നു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിൽ ചെന്നെത്തും, അല്ലെങ്കിൽ ആത്മീയയിൽ ചെന്നെത്തും, അല്ലെങ്കിൽ ഹിമാലയത്തിൽ ചെന്നെത്തും, അവിടെ ഇരുന്ന് ഇയാൾ നിർവ്വാണം കിട്ടുമെന്ന് പറയുന്ന ആ ഒരു ലൈനിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ചിന്താഗതി മുഴുവൻ അങ്ങനെയായിരിക്കും. മറ്റുള്ള ആളുകളെല്ലാം അതിന് വിപരീതമാണ്, ഇവരാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെന്ന് ചിന്തിച്ച് വെക്കുന്ന ഒരു തെറ്റിദ്ധാരണ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് അവർക്ക് മണി മൈൻഡഡ് അല്ല എന്ന് പറഞ്ഞാലും ദേ സീ ദാറ്റ് ദ മണി ഇൻസൈഡ് ഇറ്റ്. അവർക്ക് പറയും ഞാൻ പണം ഉദ്ദേശിച്ചല്ല, മണി ഉദ്ദേശിച്ചല്ല, അല്ല എന്ന് പറഞ്ഞെങ്കിലും സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ അറിയാതെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം ലൂട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഈ ഫേക്ക് സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾക്ക് അടുത്തൊരു പ്രത്യേകതയുണ്ട്. ഇവർ മറ്റുള്ളവരെല്ലാം കുറ്റക്കാരും, മറ്റു മതക്കാർ അല്ലെങ്കിൽ റിലീജിയസിലുള്ള ആളുകൾ, മറ്റ് സ്പിരിച്വൽ സൈഡിൽ നിൽക്കുന്ന ആളുകളെല്ലാം മോശക്കാരും അവർ കുറ്റക്കാരുമാണെന്ന് നിരന്തരമായി പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അവരുടെ സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും വലുതെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് റിയാലിറ്റിയിലേക്ക് വരിക. അപ്പോൾ നമുക്ക് തിരിച്ചറിയാം, രണ്ട് തരത്തിലുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോയിൽ മുഴുവൻ ഞാൻ പറയുന്നതും ഇതൊക്കെ ആയിരിക്കും. ടുവേർഡ്സ് എൻഡ് കൺക്ലൂഷനിൽ ഞാൻ പറയും എങ്ങനെയുള്ള ആളുകളാണ് നമുക്ക് റിയൽ സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകൾ നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുകയും ചെയ്യാം. ഇത്തരം സ്പിരിച്വാലിറ്റിയുള്ള ആളുകൾ അടുത്ത ടൂൾ ചെയ്യുന്നത് മറ്റുള്ള ആളുകളെ അവരുടെ വീക്കർ സൈഡ് കണ്ടുപിടിക്കും. അപ്പോൾ ഒരു ഭയം ഇൻസ്റ്റിൽ ചെയ്യും, ഒരു ഫിയർ ജനറേറ്റ് ചെയ്യും. അതായത് ഇവർക്ക് ഹയർ സ്പിരിച്വാലിറ്റിയിലുള്ള സ്റ്റേജാണ്, മറ്റുള്ളവരൊക്കെ വീക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടവരാണ്, ഭയപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രാ ഫീലിങ്സ് കൊടുത്തിട്ട് ഇവരെ ഇമോഷണലി തകർത്ത് കളയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇവർ ചെറിയ പൊടി നുറുങ്ങുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. ചില മുദ്രകൾ കാണിച്ച് ഫീൽ ചെയ്യുക, ചിലപ്പോൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെയൊക്കെ പിടിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും, ആത്മീയതയിൽ നിങ്ങൾക്ക് ഉണർവ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ചിലരിടും. അപ്പോൾ ഇത്തരം വ്യക്തികളുണ്ടെങ്കിൽ അത് ഫേക്ക് സ്പിരിച്വാലിറ്റി ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. വളരെ സാധാരണപ്പെട്ട ആളുകളൊക്കെ ഈ ഒരു അവസ്ഥയിൽ ചെന്ന് ചാടി പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പൈസ മേടിക്കില്ല, അറിയാൻ കുറേ കഴിയുമ്പോൾ ഇമോഷണലി തകർന്നു വരും പോകാറുണ്ട്. അപ്പോൾ ഇതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവർ ഈ സ്പിരിച്വൽ തിങ്സിനോട് ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കും. ഉദാഹരണം സ്പിരിച്വൽ പ്ലേസുകൾ, അതിന് ആത്മീയത ഉണർത്തുന്ന സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോൾ കാശി അല്ലെങ്കിൽ വേളാങ്കണ്ണി, അങ്ങനെ മക്ക, അങ്ങനെ പല പല സ്ഥലങ്ങൾ, ഇതൊക്കെ റിലീജിയസ് ബേസ്ഡ് ആണ്, അതൊന്നും പോകണ്ട എന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്തരം സ്ഥലങ്ങളിൽ ചെന്നാൽ ഭയങ്കരമായ ഒരു എലേഷൻ കിട്ടും എന്ന് വിശ്വസിച്ച് അതിനു വേണ്ടി യാത്ര തുനിയുന്ന ആളുകളും അത് ചെന്നിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്ത് ഇതാണ് ഭയങ്കര സംഭവം എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ഇതൊക്കെ ഫേക്ക് സ്പിരിച്വാലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്ന ഓരോ വ്യക്തിയുടെയും പേഴ്സണലൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വേറൊരു വ്യക്തിക്കും വേറൊരാളിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു കാര്യം തന്നെയാണ്. അത് ചെയ്യാനും പാടില്ല എന്ന് തന്നെയാണ് സത്യം. ആ വ്യക്തി എന്താണോ ഫീൽ ചെയ്യുന്നത് അത് മാത്രം അവൻ്റെ റിയൽ സ്പിരിച്വാലിറ്റി, അവൻ്റെ ഇന്നർ സൈഡിലുള്ള കോർ എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ മറ്റുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ടൂളുകൾ ഇവർ ഷോക്കേസ് ചെയ്യുന്നത്. പിന്നീട് ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർ സ്പിരിച്വൽ സംഭവങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ സ്പിരിച്വൽ സംഭവങ്ങൾ പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണം ചെറിയ മാലകൾ, ചെറിയ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ധരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കിട്ടും, ധനം കിട്ടും, സമ്പാദ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. കാരണം ഇവരുടെ സ്പിരിച്വൽ സൈഡിൽ ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടാണ്, എന്തൊക്കെയോ ഒരു ആത്മീയതയുടെ സാധനം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നതെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കും. ഇത് മേടിച്ച് ധരിച്ച് ഭയങ്കരമായിട്ട് ചേഞ്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. പാവങ്ങളാണ്. പക്ഷേ ഒരിക്കലും ഒന്നും സംഭവിക്കാതെ വരികയും പിന്നീട് ഇതിന് പുറകെ പല പല കാര്യങ്ങൾ നോക്കിയും ഇന്ന സ്ഥലത്തില്ല അടുത്ത സ്ഥലത്ത് പോകും എന്ന് പറഞ്ഞ് മിസ്ഗൈഡ് ചെയ്യുന്നു ഇത്തരം ആളുകളുടെ ഒരു സ്വഭാവമാണ്.
അപ്പോൾ ഇതാണ് ഫേക്ക് സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾ. നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫേക്ക് സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾ അവരുടെ നോട്ടത്തിലും ആറ്റിറ്റ്യൂഡിലും പെരുമാറ്റത്തിലും ആ ഒരു സ്പിരിച്വാലിറ്റി പ്രകടമാക്കുന്ന രീതിയിലായിരിക്കും. അവർക്കറിയാം മറ്റുള്ളവരെ പ്രതികരിക്കണം, അവരെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്പിരിച്വാലിറ്റി അവർ എക്സ്പ്രസ് ചെയ്യണം. അതിനകത്ത് അവരുടെ കോസ്റ്റ്യൂംസ് ശ്രദ്ധിച്ചോണം, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, മറ്റുള്ള ആടയാഭരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു സ്പിരിച്വാലിറ്റി പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പം മറ്റുള്ള ആളുകൾ സാധാരണക്കാർ പെട്ടെന്ന് അതിലേക്ക് ഇന്ന് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ ബി കെയർഫുൾ. ഇത്തരം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ പെട്ടുപോകുന്ന ആളുകളുണ്ട്. ഇമോഷൻസ് റിലീസ് ചെയ്യാനാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ബി കെയർഫുൾ. സാധാരണക്കാരായ നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് വ്യക്തികളാണ്. റിയൽ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ വളരെ കാം, ക്വയറ്റ്, എംപത്തറ്റിക്, എല്ലാ റിലീജിയനും എല്ലാ വ്യക്തികളെയും ഈസിയായിട്ട് മനസ്സിലാക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഒരു രീതിയിലുള്ള ഷോക്കേസിങ്ങും ഇല്ലാത്ത, വളരെ സ്പിരിച്വലി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന, അറിവുള്ള, വളരെ സ്പഷ്ടമായിട്ട് സംസാരിക്കുന്ന, അസേർട്ടീവായിട്ട് കൃത്യമായിട്ട് യെസ് ഓർ നോ പറയുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ തുറന്നു സംസാരിക്കാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും. മറുസൈഡിൽ അങ്ങനെയല്ല, അവർ ഹൈഡ് ചെയ്തിട്ടായിരിക്കും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിക്കുക. അപ്പോൾ നമ്മൾ ഇത്തരമുള്ള ആളുകളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു ഐഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഫേക്ക് സ്പിരിച്വാലിറ്റി ആൻഡ് റിയൽ സ്പിരിച്വാലിറ്റി ഉള്ള ആളുകൾ. അപ്പോൾ നമുക്ക് ഇത്തരം ടോപ്പിക്കുകളെ പറ്റിയുള്ള നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസോ അല്ലെങ്കിൽ മറ്റു വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബി കെയർഫുൾ ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. ഇത്തരം ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. ഓക്കെ, ദിസ് ഇസ് ജിനു ജെയിംസ് സൈനിങ് ഓഫ്. താങ്ക് യു.